അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ യൂറോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അതായത് ഇന്നലെ നമ്മളങ്ങനെ തുർക്കിയിൽ നിന്നും നമ്മളങ്ങനെ യൂറോപ്പ് ബോർഡർ കഴിഞ്ഞ് അങ്ങനെ ഗ്രീസ് എന്ന് പറഞ്ഞ അതിമനോഹരമായ രാജ്യത്ത് നമ്മൾ നിൽക്കുകയാണ്. ഗൈസ് നോക്കൂ, ഒരുപാട് സന്തോഷമുണ്ട്. ഗൈസ് നോക്കൂ, ഈ ടി നെപ്പോളിയനെ കൊണ്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഈ വണ്ടി എന്തായാലും യൂറോപ്പിന് പോകാൻ പോകുന്നില്ല എന്ന്. യൂറോപ്പിൽ എത്തുകയും ചെയ്ത് 2 ടയർ മാറ്റുകയും അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിൻ്റെ മണ്ണിലാണ്. ഗൈസ് നോക്കൂ, അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാം. നിങ്ങൾ യൂറോപ്പിലേക്ക് വാഹനം ഓടിച്ചു വരുവാണെങ്കിൽ തുർക്കിയിൽ നിന്ന് ഗ്രീസ് വഴി വരാൻ ശ്രമിക്കുക. അതായിരിക്കും ഇച്ചിരി കൂടി ഈസി വേ. പിന്നെ കാർനെറ്റ് വേണ്ട. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും നേപ്പാൾ, ചൈന, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ജോർജിയ, തുർക്കി, ഇപ്പോൾ യൂറോപ്പ്, ഇവിടെ ഒന്നും കാർനെറ്റിൻ്റെ ആവശ്യവുമില്ല. യെസ് ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് ഗ്രീൻ കാർഡ്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഗ്രീൻ കാർഡിന് ഏതാണ്ട് 180 യൂറോ, ഏതാണ്ട് നാട്ടിലെ ഒരു വലിയ പൈസ ആയിട്ടുണ്ട്. 17,000-16,000 രൂപയാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ് നോക്കൂ, ഇന്നലെ രാത്രിയിലാണ് എടുത്തത്. ഇതിന് വീണ്ടും വില കുറയും, 100 രൂപയ്ക്ക് കിട്ടും. രാത്രി യെസ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ ടയർ നിൽക്കുന്ന ഈ കാണുന്ന മണ്ണ് അത് യൂറോപ്പിന്റെ മണ്ണാണ്. ഗൈസ് നോക്കൂ, ഒരു കാലത്ത് ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാര് കണ്ടമാനം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇതാണ് കാലം എന്ന് പറയുന്നത്. ഗൈസ് നോക്കൂ, കാലം എന്ന് പറയുന്നത് എന്നും ഒരേപോലെ ആവൂല, മാറിക്കൊണ്ടിരിക്കും. യെസ് ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ വണ്ടി കൊണ്ടിറങ്ങിയപ്പം ഈ വാഹനം എന്തായാലും യൂറോപ്പിൽ പോകുന്നില്ല, അവന്മാർ ഊടായ്പാണ്, കാളത്തേണ്ടികളാന്ന് പറഞ്ഞവരോട് നിങ്ങൾ ശ്രദ്ധിക്കും. നോക്കൂ, ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ യൂറോപ്പിലാണുള്ളത്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് തുർക്കി യൂറോപ്പ് ബോർഡർ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെയാണ് കസ്റ്റംസിൻ്റെയും എമിഗ്രേഷൻ്റെയും ഭാഗങ്ങൾ. അതായത് ഇവിടെയാണ് ഗ്രീസിൻ്റെ ഫ്ലാഗും സംഭവമൊക്കെ ഉള്ളത്. ഇതാണ് ഗ്രീൻ കാർഡ് എടുക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ പിന്നെ. ഗൈസ് ഇവിടെ വലിയ പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുർക്ക് കഴിഞ്ഞ് ഇപ്പം ഗ്രീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം ഭാഷയും കാര്യങ്ങളും സംവിധാനങ്ങളും മൊത്തം വ്യത്യാസം അല്ലടാ ലിബിയ. നമുക്ക് ഇവിടുത്തെ തുർക്കിയിലെ ഭാഷ പഠിക്കണം. തുർക്കി അല്ലല്ലോ, ഗ്രീസിലെ ഭാഷ പഠിക്കണം. നീ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. ഇത് ഗ്രീൻ കാർഡ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതേപോലെ ഇത് എന്താ പറയുക, കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന വാഹനങ്ങളും സംഭവങ്ങളാണ്. ഫൈനലി നമ്മളങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ മണ്ണിലെത്തി. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പണ്ട് നമ്മളിവിടെ ഫ്ലൈറ്റ് വരാൻ നേരത്ത് ഞങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഞങ്ങൾ ഗ്രീസിൽ എത്തിയതാണ്. ഏതൻസിൽ വന്നിട്ട് പോയതാണ്. അന്ന് എനിക്ക് ഇവിടെ മറ്റേ വണ്ടിയും കൊണ്ട് ഓടിച്ചു പറഞ്ഞത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ നടത്തി. ഇവിടെ നമുക്ക് അവിടെ തന്നെ 2 ബോർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ സിമ്പിൾ വേ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാരാണ്. അപ്പൊ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഈ തന്നെ ഇങ്ങോട്ട് വന്നു. അതേപോലെ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യം, ഇവിടുത്തെ സ്കാനർ എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു വയറുവള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും, റോട്ടിലും വെക്കും, എന്തെങ്കിലും സാധനം പോക്കും. നമ്മുടെ കാര്യത്തിൽ ആദ്യത്തിൽ ഒരു വണ്ടിയിൽ ഒരു സാധനം ഇല്ലാത്ത നമ്മൾ രക്ഷപ്പെട്ടു. യെസ് ഗൈസ് നോക്കൂ, എമിഗ്രേഷൻ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്കങ്ങനെ യൂറോപ്പിലേക്ക് യാത്ര തുടങ്ങാം. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഈ കാണുന്ന യൂറോ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി പുള്ളിക്കാരോട് ചോദിച്ചു എവിടെയാണ് സിം കാർഡ് കിട്ടുക. അപ്പോൾ സിം കാർഡ് കിട്ടുന്ന സ്ഥലം പറഞ്ഞു തന്നു. നാട്ടിൽ 4 മണിയായി, ഇനി വലിയ സമയമില്ല, 30 മിനിറ്റുള്ളിൽ അത് ഓടിപ്പിടിക്കണം, വീഡിയോ ഇടണം. കമാൺ കൈസ്, വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ എങ്ങോട്ട് പോയാലും ഇവനെ അലക്സാണ്ട്രോ സ്ഥലത്തോട്ട് ഞങ്ങൾ പോവാണ്. അത് ഇതാട്ടോ ബീച്ച് സൈഡാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വശത്തോട്ട് സഞ്ചരിക്കാം. ടൈമാണ് നമ്മളെ ചതിച്ചു കളഞ്ഞ ടൈം. നമ്മൾ ഇച്ചിരി താമസിച്ചേക്കാം. നമ്മൾ ഫ്രീക്കന്മാരെ നോക്കി ഇവിടെയൊക്കെയാ സാധനം കിടക്കുന്നത്. നോക്കൂ, ഇനി നിങ്ങൾ വേറെ കാര്യമുണ്ട്, തിരിച്ചടിച്ചവരെ അത് ഞങ്ങളുടെ വണ്ടിയെ കൊണ്ട് കുത്തിക്കറിയതാണ്. ഞങ്ങളത് മറ്റേ ഇതാക്കി മോഡിഫൈഡ് ആക്കി. ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച അതൊരു 1.5 കാഴ്ചയായിരിക്കും. അല്ലടാ ലിബിനെ, ഞങ്ങൾ 2 പേരും ഇവനും കൂടി ഒരു തകർക്കലുണ്ട്. നെപ്പോളിയൻ സീബുൾ ജെറ്റ് എല്ലാം തള്ളി വെള്ളം എടുക്കാൻ മറക്കില്ല കേട്ടോ. കേറാം, കാറ്റിന്റെ അകത്തൊക്കെയാ പോകുന്നത്. 1.5 അടിക്ക് പൂസായ പോലെ. ദൈവമേ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ യൂറോപ്പിന്റെ മണ്ണിൽ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് ഏത് വശമാണോ? ആ വശമാണ്, ഈ വശമാണോ ഓടിക്കേണ്ടത്? ഏത് വശമാണെന്ന് അറിയത്തില്ല. ഫുൾ ട്രക്ക് ആട്ടോ. നമുക്ക് ഏതെങ്കിലും ഇതാണ് മെയിൻ റോഡ്.
യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ എത്ര വണ്ടിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കൂ. ഫൈനലി നമ്മൾ അങ്ങനെ ഹൈവേ കയറിയിരിക്കുകയാണ്. ആദ്യത്തെ പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിം ആണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു മെയിൻ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് കാര്യമാണ് റോഡുണ്ട്, അതാ പോലീസിനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഉള്ളിൽ വരുന്നുണ്ടോ, പക്ഷെ എന്നും പറഞ്ഞാലാണ് നല്ലത്. രണ്ടാമത്തെ കാര്യമാണ് ഗൈസ്, യൂറോപ്പിൽ വരാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ഈ കാണുന്ന കസ്റ്റംസിൽ ക്വസ്റ്റ്യനിങ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിങ്ങില് തക്കതായ മറുപടി, ഓവർ ഷോ കാണിക്കാനോ ഓവർ സ്മാർട്ട് കാണിക്കാനോ നിൽക്കരുത്. പിന്നെ വലിയ ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പിലൊക്കെ വരുന്നെങ്കിൽ ഒരു 2-3 മണിക്കൂർ പിടിച്ചു നിർത്തും. കൂത്ര വേഷത്തിലും നിക്കറൊക്കെ ഇട്ട് വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതാണ് ഞങ്ങൾ അവരുടെ ചിന്ത എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇവിടെ നിൽക്കില്ലെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവർക്ക് നോക്കില്ല. പിന്നെ നോക്ക്, എന്തോരോ വാഹനങ്ങളാ തുർക്കിക്ക് കയറാൻ വേണ്ടി ഈ കാണുന്ന റോട്ടിൽ കിടക്കുന്ന 1, 2, 3 വണ്ടിയല്ല. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങള് 44 കിലോമീറ്റർ താണ്ടി നമ്മൾ അങ്ങനെ അലക്സാണ്ടർ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ പട്ടണത്തിൽ നമുക്ക് കാണാനുള്ളത് അതിമനോഹര കാഴ്ചകൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ക്യാമ്പർ സൈറ്റ് എന്തായാലും എടുക്കും. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്കൊക്കെ ഒന്ന് ലെവലാകാനുണ്ട്. കാരണം ഈ വാഹനം ആരെങ്കിലും തുറന്നു കാണുന്ന നേരത്ത് ആരും മോശക്കേട് പറയരുത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം വൃത്തിയാക്കണം. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്കും കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ പരിപാടിയും നമുക്ക് ക്യാമ്പർ വൈൻ സൈറ്റിൽ നമുക്ക് ചെയ്യണം. നോക്കൂ, യൂറോപ്പിൽ കയറിയിട്ട് അതെ ഞങ്ങൾ ഉലക ഗൈസ് നോക്കൂ, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഞങ്ങൾ ഒന്നും വാങ്ങിയെന്ന് പറയരുത്. യൂറോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു കുപ്പി വെള്ളം മേടിച്ചു ഗൈസ്. ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു. 15 യൂറോ അല്ല 14 യൂറോ വെള്ളവും 2 ബർഗർ. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. കാരണം അതിനൊരുമാതിരി സ്പോയിൽ ചൊവ്വ, ചിലപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നോക്കിയാൽ നീളത്തിൽ കിടക്കും അങ്ങോട്ട്. റോഡ് 2 സൈഡിൽ കൂട്ടിയാണ്ട് പുല്ലാണ്ട് പെരുമ്പാമ്പ് നീണ്ടു കിടക്കുന്ന പോലെ റോഡ്. സത്യം. തുർക്കിയിൽ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തൊക്കെ ടോൾ ഇല്ലാഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷട്ടപ്പടേ എന്ന് പറഞ്ഞ എല്ലാത്തിനും കൂടെ ഉള്ള കിട്ടി. ടോൾ വലിയ പൈസ ഇല്ല. പിന്നെ 1.6 യൂറോ. അപ്പൊ 150 രൂപ. നമ്മുടെ നാട്ടിലത്തേക്കാൾ ഒരു 10 രൂപ 20 രൂപ കൂടുതൽ. അത് മറ്റേതാട്ടോ, റഡാർ സംവിധാനമാണ്. 1.6 ആണ് നമ്മുടെ ടോൾ പ്ലാസ. ഇവിടുന്ന് തന്നെ എടുക്കാട്ടോ, അതായിരിക്കും നല്ല. എല്ലായിടത്തും കാർഡുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലായിടത്തും വളരെ വ്യക്തമായിട്ട് അപ്പുറത്തോട്ട് കയറായിരുന്നു കേട്ടോ. ഇവന് ഇവരുടെ വണ്ടിയായിരുന്നു ഇന്നലെ കയറിപ്പോയെ, നമ്മുടെ കമ്പനിക്കാരായിട്ട്. അല്ലെ, കാർഡ് കയ്യിലില്ലേ? കാർഡ് തരൂ പൈസ കൊടുക്കാൻ എനിക്ക് കൈ മുട്ടി നിൽക്കുന്നു. ആദ്യം തന്നെ നമുക്ക് നല്ല ടോളും സംഭവം കിട്ടി. അതായത് ഇതുണ്ട്, ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് യൂറോപ്പ് 1.6 യൂറോ എന്നാണോ യൂറി എന്നാണോ എന്നാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് പൈസ കൊടുക്കാം. സാധനം തുറന്നു പോനെ. ഇവിടെ ഇനിയിപ്പോ അങ്ങോട്ട് ടോളായിരിക്കും കേട്ടോ. താങ്ക് യു, ബൈ ബൈ. ഗൈസ് നോക്കൂ, പുള്ളിക്കാരി ബൈ ബൈ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പൊക്കോളാൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇത്ര കിലോമീറ്റർ മേടിച്ചിട്ടില്ല കേട്ടോ. തുർക്കിയിൽ എന്തോ കിട്ടി നമുക്ക് ലാസ്റ്റ് ആയി. തുർക്കിനേക്കാളും പൈസ കുറവാണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഒരു സ്ഥലത്തോണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇവരുടെ ഒരു ടൗൺ ആണ്. ടൗണിന്റെ പേര് അലക്സാണ്ട്രി പോളി അങ്ങനെയല്ലേടാ? അപ്പൊ അലക്സാണ്ടർ എന്ന് വെച്ചാൽ പേര് കേട്ട ഒരു രാജാവ് കേട്ടോ. അലക്സാണ്ട്രി പോളി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ ചെറുക്കാൻ കിടപ്പുണ്ട്. ഇവിടുന്ന് നേരെ തൊട്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വോഡാഫോണിൻ്റെ ഒരു സ്റ്റോറുണ്ട്. ഇവിടുന്ന് വേണം നമുക്ക് സിം കാർഡ് എടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ വഴിയാധാരവും ഇരുട്ടിൽ പെട്ട പോലെ ആവും കേട്ടോ. ഏതാണ്ട് നമ്മൾ ഏതൻസിലൊക്കെ പോയ പോലൊക്കെ തന്നെ കേട്ടോ ഇവിടുത്തെ ഒരു ഉൾ ടൗണുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കിട്ടി. ഇതാണ് വോഡാഫോൺ. ഇവിടുന്ന് വേണം നമുക്ക് സിം എടുക്കാൻ. ഇത് വോഡാഫോണും പിന്നെ എന്തൊക്കെയോ സാധനം കൂടെ ഒരുമിച്ചാട്ടോ പോയി സിം എടുക്കാൻ. ഗൈസ് നോക്കൂ, അങ്ങനെ സിം എടുക്കാൻ പോയ സ്ഥലത്തു നിന്നും അതിഭയാനകമായ സംഭവങ്ങൾ സംഭവിച്ചു. അതായത് ഞങ്ങൾ അവരോട് ഒരു സിം ചോദിച്ചു. അവിടുത്തെ ചേച്ചി 2 സിം വന്നു. പിന്നെ ലിബിനും അവർ തമ്മിൽ സംഭവ ബഹുലമായ വിഷയങ്ങളായിരുന്നു.
ലാസ്റ്റ് എന്താ ലിവിൻ? ഞാൻ 4.5 മണിക്കൂർ എന്നിട്ട് ഒരു സിം നമ്മൾ മേടിച്ചു. അതായത് 16 യൂറോ ഉണ്ടായിരുന്നുള്ളൂ. അവർ 30 യൂറോയ്ക്ക് വേറെ സിം വെറുതെ കൂടെ തന്നു. അതിന്റെ പറഞ്ഞു ഈ 2 സിമ്മിനും കൂടി ഈ പൈസ എന്ന് പറഞ്ഞു. ഈ സിം ആക്ടിവേഷൻ ആയില്ല. ഞാൻ 4.5 മണിക്കൂർ അവിടെ നിന്നു. ആ സാധനം എനിക്ക് തന്നിട്ടേ ഞാൻ പോവുള്ളൂ പറഞ്ഞു. അവർ സിസ്റ്റത്തെ ഒക്കെ കാണിച്ചിട്ട് വന്ന് സിമ്മും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കാണിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ലാസ്റ്റ് സിമ്മ് ഗൈസ് നോക്കൂ. അതായത് ഇവിടുത്തെ ഹൈവേകളിൽ, അതായത് ഈ കാണുന്ന ഹൈവേ ആണ് ഗ്രീസ്, യൂറോപ്പിന്റെ ഈ കാണുന്ന പിന്നെ ഹൈവേ കൂടിയാണ് നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മൾ ഏതൻസിൽ പോകുന്നില്ല. അതിന് കാരണം നമ്മൾ ഇതിനു മുന്നേ ചൈനയിൽ നിന്ന് നേരെ ഏതൻസിൽ പോയിട്ട് ഏതൻസിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗ്രീസിൽ ഒരു സ്ഥലം കണ്ടിട്ട് അടുത്ത ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകും. പക്ഷേ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളും പോകും, കാരണം ഗ്രീസിൽ ഓൾറെഡി വന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഗൈസ് ഇനി ഒരു കാര്യം കൂടെ, അതായത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടുവാണെങ്കിൽ കിട്ടുന്ന രാജ്യം തുർക്കിയാണെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ദൈവാനുഗ്രഹങ്ങളുണ്ട്, ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ല, ഞങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് ഞങ്ങൾ ഇറക്കി വിട്ടു. ഞങ്ങൾക്ക് ഒരു ഫൈനോ സാധനം കിട്ടില്ല. അല്ലേ ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി തുർക്കി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ യൂറോപ്പിൽ വന്നിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം വണ്ടി കഴുകണം, അതിന് ശേഷം ആ കാണുന്ന അങ്ങോട്ടുള്ള വില്ലേജിൽ പോകണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അല്ലേ പുതിയ ടീഷർട്ട് ഇട്ടു കേട്ടോ. ആണ് നോക്കിയോ, മുദ്ര കാണിച്ചു കൊടുക്കാം. ഇല്ല പഴയതാന്ന് പറഞ്ഞത്, ഇവിടെ ഉണ്ടോ മുദ്ര ഉണ്ടോ? മുദ്ര ഇതന്നെ സംഭവം, എല്ലാരും പഴയതാന്ന് പറഞ്ഞാൽ. ഇത് കൂട്ട് നമുക്ക് 6 ജോഡി ഡ്രസ് ഉണ്ട്, ഒരെണ്ണം തന്നെ. അതാണ് എല്ലാരും പറഞ്ഞ പഴയതാ. ഒരു ഡ്രസ് തന്നെ അങ്ങനത്തെ കുറെ ജോഡികൾ എടുക്കാൻ നേരത്ത് അങ്ങനെ മേടിക്കും. ഒരു ജോഡി കിട്ടി കഴിഞ്ഞാൽ ആ ജോഡി മൊത്തത്തോടെ നമ്മൾ അങ്ങ് മേടിക്കും. 6-7 ജോഡി മാത്രം മാറ്റിയില്ലായിരുന്നു. അത് കളത്തരം പറഞ്ഞാൽ ശരിയാവില്ല. പെട്ടെന്ന് പിടിക്കും. ഗൈസ് നോക്കുക, അതായത് നമ്മുടെ വണ്ടി യൂറോപ്പില് ഇതേപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി നമ്മൾ കഴുകണം, സെൽഫായിട്ടാണ് കഴുകുന്നത്. ഇവിടെ കഴുകുന്ന മെഷീനുണ്ട്, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം അതിനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്, അതായത് ഒരു ഹൈവേയിൽ പെട്രോൾ പമ്പില്ല. ഹൈവേന്ന് ഔട്ടർ ഇറങ്ങിയിട്ട് വേണം എണ്ണ അടിച്ചിട്ട് നമ്മൾ ഇന്നറിൽ കയറാൻ വേണ്ടി. തന്നെ ഇവിടത്തെക്കാളും പൈസ കൊടുത്തില്ല, യൂറോ കൊടുത്തില്ല. അങ്ങനത്തെ സംഭവം യൂറോ എന്ന് കേട്ടാൽ ഞെട്ടണം. ചെറിയ പൈസയൊക്കെ ഇവിടെ പറയാം, പക്ഷെ നാട്ടിലത്തെ കൂട്ടാൻ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം വെക്കാൻ വേണ്ടി സാധനങ്ങൾ മേടിച്ചാൽ 1500 എല്ലാം കുറച്ച് കണ്ടോ കുട്ടികളെ അല്ലേ ഗൈസ് നോക്കൂ. അപ്പോൾ ഫൈനലി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഇവിടെ സ്കാനി ഒക്കെ കാണുന്നുണ്ട്. യൂറോപ്പിൽ നമ്മൾ സ്കാനി കണ്ടു തുടങ്ങി. നേരത്തെ അത്ര സ്കാനി ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ആ കണ്ടമാനം നമ്മളെ ആ പാർക്കിങ്ങിന് അങ്ങനെ സൈഡിൽ കൊണ്ട് ഒരു ബാത്റൂം ഉണ്ട്, അവിടെ നിന്ന് വെള്ളം പിടിക്കണം. എന്നിട്ട് ഞങ്ങൾ തന്നെ കഴുകാൻ പറ്റും നോക്കട്ടെ. വിദേശി ആയതൊന്നും പറയൂല എന്ന് വിശ്വസിക്കുന്നു. വിദേശികളും തമ്മിൽ രണ്ടൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഭാഷ അറിയത്തില്ലാത്ത എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും ഞങ്ങൾ വണ്ടി കഴുകാൻ മേടിച്ചു, ഫ്രണ്ട് ഗ്ലാസ് വൃത്തിയാക്കാൻ മേടിച്ചു. ഇത് സെപ്പറേറ്റ് മേടിക്കണം, വടി സെപ്പറേറ്റ് മേടിക്കണം. അങ്ങനെ മേടിച്ച സാധനമാണിത്. ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കണതിൽ നമുക്ക് പ്രില്ലിൻ്റെ ശക്തി വേണം. അതായത് ഈ കാണുന്ന പാത്രം വെട്ടിത്തിളങ്ങുന്ന പോലെ നമ്മുടെ വണ്ടി വെട്ടിത്തിളങ്ങും. ഇപ്പോൾ കണ്ടോണം, എല്ലാം ചെയ്യട്ടെ. ഞാൻ വണ്ടി ഓടിക്കട്ടെ, വണ്ടി അങ്ങോട്ട് എടുക്കാം, ബാത്റൂമിന് അങ്ങോട്ട് എടുക്കാം, അവിടെ തന്നെ വെള്ളം എടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈപ്പിയുടെ പമ്പാണ്, പ്രില്ലിൻ്റെ പമ്പാണ്. നോക്കി, ഇത് ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം, പക്ഷേ ഈ വെള്ളം കൊണ്ടാവൂല. വെള്ളം പോയി സംഘടിപ്പിക്കുന്നത് വേണ്ട, ഇത് മതിയേ, വെള്ളം മതി. പൈസ ഞങ്ങളെ വണ്ടി ഓടി ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിൽ കയറി നമുക്ക് വെള്ളം എടുക്കണം. ഇതൊക്കെ ഏത് വണ്ടിയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതാണ് ജിയോ DP, വലിയ ആളും പേരൊന്നുമില്ല. നീ അങ്ങോട്ട് പോകണ്ട, ബക്കറ്റ് എടുക്കണ്ടേ. പൈസ ഇതാട്ടോ ബാത്റൂം, ഭയങ്കര വൃത്തിഹീനാണ്. ഞാൻ വിചാരിച്ചു യൂറോപ്പിൽ മറ്റേ സ്വർഗം പോലത്തെ 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ ആയിരിക്കും. എന്നാൽ അതിൻ്റെ അന്ന് എടുക്കടാ, അതല്ലേ അതാടാ ടാപ്പതാ. ആളുള്ള ബാത്റൂമിൽ കയറി ലിവിൻ പിടിച്ചേക്കുക. ഗൈസ് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വില്ലേജ്, അതായത് ഗ്രീക്ക് വില്ലേജ്, അതായത് ഗ്രീസ് വില്ലേജ്. ഗ്രീക്കാണല്ലോ ശരിക്കും ഗ്രീസ്, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം, ഗ്രീക്ക്. അപ്പോൾ ആ ഗ്രീക്ക് സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകണം. അതിന് വേണ്ടി ലിബി വെള്ളമൊക്കെ പിടിച്ചോണ്ട് വരട്ടെ. ഫുള്ള് കിട്ടിയോ എൻ്റെ ലിബിനെ? അത് മറ്റേതിന് വേണ്ടി വെച്ചാക്കുന്ന, അവരവിടെ വരുന്നവർക്ക് കഴുകി കൊടുക്കാൻ വേണ്ടി. അതേടാ, നമ്മളത് എടുക്കണ്ട, നമ്മൾ ഇന്ത്യക്കാരാ, മനസ്സിലായില്ലേ? ആ ഇനി എൻ്റെ കറക്റ്റ് കൊണ്ടോ, ഇതൊക്കെ ഫുള്ള്
പ്രാണികളാണ് ഈ കാണുന്ന പ്രാണി വണ്ടി മൊത്തം പ്രാണിയും ചെളിയാണ്. അപ്പോൾ അത് കഴുകി റെഡിയാക്കണം. ആദ്യം 3 ചെറുനാരങ്ങയാണ് കത്തി. അതാ പിടിച്ചോ. ഇതൊക്കെ വണ്ടിയുടെ പെയിന്റ് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് ശരിക്കും ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കാട്ടോ. അതന്നെ ഗ്രീക്കാണ്, പഴയ ഗ്രീക്കാണ് ഇപ്പോഴത്തെ ഗ്രീസ് അല്ലേ? ഇവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ കണ്ടിട്ടുണ്ടോ? ആ ദിവസം രാത്രി ഞാൻ ഇവന് ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും. അതാണ് പിറ്റേഴ്സ് ഇരുന്ന് കീച്ച്. അല്ലെന്ന് ഇവരുടെ സിനിമയാണ് മറ്റേത്, ആ മറ്റേ പട്ടാളത്തിന്റെ പുറത്തൊക്കെ കേറിയിട്ടുള്ള സംഭവം. ഇത് നോക്കടാ ഞാൻ കലക്കുന്നേ. എന്റെ കലക്ക് കണ്ടോ? ഒഴിച്ചിട്ട് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. നമ്മുടെ കിട്ടില്ലല്ലോ അല്ലേ? ആവുമല്ലോ. 100 ചെടികാലങ്ങളുടെ ശക്തി. അടി തുടങ്ങും മൊത്തം 100-200 ചെടികാലം. ഇന്നലെ ഒരു തുർക്കിക്കാരൻ ചെയ്ത കണ്ടിട്ട് ചെയ്യുന്നത് ഭയങ്കര സെറ്റപ്പ്. അല്ലേ? പറവടേ നല്ല മണമായിരിക്കും കേട്ടോ. നല്ല കുട്ടിയുടെ മണവും സംഭവം കാര്യങ്ങളൊക്കെ ആയിരിക്കും. സെറ്റപ്പാക്കി എടുക്കട്ടെ. നാട്ടിൽ ഇങ്ങനെയൊക്കെയാ അവനെ കഴിയാം, നമ്മൾ കാണാത്തതുകൊണ്ടാ. ഈ പരിപാടി വൻ പരാജയത്തിലേക്ക് പോയിട്ടോ. സക്സസ് ആയില്ല. നമ്മൾ കഴുകിയിട്ട് വൃത്തിയാകുന്നില്ല കേട്ടോ. ഇപ്പൊ ലിവിങ് കയറി കഴുകാൻ നോക്കി. ഇല്ലടാ, ചെവി ഒലിച്ച് നിൽക്കുക. ദേ എല്ലാം ഒലിച്ച് നിൽക്കുന്ന. ആദ്യം പറഞ്ഞു നീ വരച്ചതിന്റെ പാട് ഇവിടെ കാണാമല്ലോ. സംഭവം വിജയകരമല്ലാത്തതുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തിട്ടോ. ഇനി അതിന് പൈസ കൊടുത്ത് വാഷ് ചെയ്യുന്നത് ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് ജയിക്കുന്നതായിരിക്കും ബുദ്ധിപരമായി നീങ്ങാം. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പോവാണ് കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന എല്ലാം ഹൈവേ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതിലെ നമ്മൾ വളയ്ക്കാൻ പാടില്ല. ഇവിടെ ഭയങ്കര എണ്ണയ്ക്ക് പൈസ കൂടുതലാ. എത്രയാ? സെന്റ് അത്ര കൂടുതലാണ്. ഇവിടെ സെന്റ് എന്നാണ് പറയാ, ചില്ലറ പൈസക്ക് സെന്റ് ഇവിടെ കൂടുതലാണ്. 1.4 നമ്മൾ അടിച്ചത്. ഇവിടെ എത്രയാ? 49 സെന്റ് ഉണ്ട്. ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആട്ടോ. നോക്കിയേ വീടുകൾ നോക്കിയേ കണ്ടോ. ഇതേപോലെയുള്ള സാധാരണക്കാരുടെ വീടുകളുണ്ട്, സമ്പന്നരുടെ വീടുകളുണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തമിഴ്നാട് പോയി ഇത് ഇങ്ങോട്ട് നോക്കി, ഈ വിസ്തോട്ട് നോക്കി. ഇതൊക്കെ ആ ഒരു രീതിയിലുള്ള സെറ്റപ്പുകളാട്ടോ നമ്മൾ തൊട്ട് ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കാൻ നേരത്ത് കാണുന്നത്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു വേറെ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളാണ് കാണുന്നത്. നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. വഴിയില്ല, വഴി തീർന്നു പോയി. അങ്ങനെ വഴി തീർന്നു പോവാ. ഇത് വഴിയില്ല, അവിടുന്ന് അടച്ചു. ഇത് റെയിൽവേ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ റെഡി. ഹൈവേ കൂടെ പോയ ഞങ്ങള് ഇവരുടെ ഉൾഗ്രാമങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ വന്നു. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ വീടുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. പ്രത്യേക രസമാണ് കാണാൻ വേണ്ടി. ഇത് എന്താണെന്നല്ലോ, വണ്ടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതുണ്ടോ ഒരു പ്രത്യേക അടി. ഇതുണ്ടോ, ഇത് ഈ അടി അത്ര നല്ലതല്ലല്ലോ. ഗൈസ് നോക്കൂ, ഫൈനലി ഇവരുണ്ടല്ലോ എല്ലാ ഫ്ലാഗുകളുടെ മേളിൽ ഇതേപോലെ ഒരു കുരിശും പിന്നെ ഗ്രീസിൻ്റെ ഫ്ലാഗും. പിന്നെ അതേപോലെ ഇതാണ് ഇവരുടെ ഫയർ സ്റ്റേഷൻ കേട്ടോ. ഈ ഗ്രാമത്തിലെ ഫയർ സ്റ്റേഷനാണ് കാണുന്നത്. എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ഒരു പള്ളിയുടെ ഇത് നേർച്ചപ്പെട്ടി അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതേപോലെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് വരുന്ന വഴിയിൽ ഇതേപോലെ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഗ്രാമത്തിലേക്കാണ് പോണത്. പിന്നെ അതേപോലെ ഇവരുടെ ലെറ്റർ ഇതാണ്, 10 ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾ ഇതിൽ സഞ്ചരിക്കാൻ പാടില്ലെന്ന്. ടി എന്ന് വെച്ചാൽ 10. ഇതേപോലെയൊക്കെയാണ് ഇവരുടെ ലെറ്ററും സംഭവമൊക്കെ. നമ്മുടെ സാധാ ഗ്രാമം പോലത്തെ ഗ്രാമം, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു സംഭവമാണ് ഇവരുടെ ഗ്രാമം അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴി, എണ്ണ നോക്കി വന്ന വഴി ഇതാടാ. ഗ്രീസിലെ സ്കൂളുകളാട്ടോ. എനിക്ക് തോന്നുന്ന UP പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ സംഭവം. ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യ കുഞ്ഞില്ല. ഞങ്ങളെല്ലാ സ്ഥലം ചെറിയ ഇതാലത്തെ പള്ളിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യനില്ല കേട്ടോ. ഗൈസ് ഞങ്ങളിത് കണ്ടോ, ഈ കാണുന്ന വഴി കൂടെ പോകണം. എല്ലാ സ്ഥലത്തും ചെറിയ കുരിശുപള്ളികളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതേപോലെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ആളുമില്ല, പേരുമില്ല, ഒന്നുമില്ല. കൃഷി സ്ഥലങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഉഴുതും മറിച്ച് ഇട്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെയോ ഒരാളെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടു സംസാരിക്കാൻ. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ ഒരു പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മുടെ വഴി പോലും മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഗൈസ്. അതായത് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം. ആകെ ഇവിടെ ഈ ഏജൻസും പിന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങളുള്ളൂ ഗ്രീസിൽ. ബാക്കി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. അപ്പം അതാണ് കാര്യം. ഗൈസ് ഇങ്ങോട്ട് വന്നാലേ ഒരു മലച്ചെരുവിലല്ലേ ഇവിടെ കുറേ അധികം വീടുകളുള്ള. എല്ലാം മലഞ്ചെരുവിനോട് ചേർന്നാണ് ഇവരുടെ വീടുകളും സംവിധാനങ്ങളും ഒക്കെ. നമുക്ക് വണ്ടി ഉണ്ടോ വീട്ടിൽ? വണ്ടിയില്ല. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് കയറും കേട്ടോ ഗൈസ്. അതായത് ഞങ്ങൾ അങ്ങനെ നേരെ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമുക്കേ നാളെ ഒരു കിട്ടുന്ന സ്ഥലം പോയി കാണാം. അതേപോലെ തന്നെ 2 കാര്യം. ഒന്നാമത്തെ കാര്യം, നാട്ടിലേക്ക് പോവാണ്.
ഞങ്ങൾക്ക് കേസുണ്ട്. അപ്പോൾ കേസ് ഉള്ളതുകൊണ്ട് ഞാൻ കോടതിയിൽ ഹാജരാണ്. പിന്നെ അതുപോലെ ലിബിൻ്റെ കയ്യിലെ കമ്പി എടുക്കണം. പിന്നെ അതുപോലെ ലിബിന് ലൈസൻസ് എടുക്കണം. ഇനി 2 പേർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര സുഖകരമായി നടക്കുള്ളൂ. കാരണം എന്തെങ്കിലും കാരണത്തിൽ നമ്മളെ പോലീസ് ഓടിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കൂടുതലുള്ള ഒരാൾക്ക് ലൈസൻസ് കൊണ്ട് വണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വല്ല പ്രശ്നങ്ങളില്ല. അത് നമ്മൾ നേരത്തെ ചിന്തിക്കണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ചിന്തിച്ചില്ല. ഇപ്പോൾ അത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നമ്മളിനി മുന്നോട്ട് യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് ഇനി 100-ന് മേളിൽ, 100 ഒരു 150-ന് മേളിൽ രാജ്യങ്ങൾ കാണാനുണ്ട്. 150-ന് മേളിൽ. അപ്പം അത്ര രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പിന്നെ ഇതുപോലെ പോലീസ് പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാടുപെടും. അപ്പം ലിബിയുടെ ലൈസൻസിൻ്റെ ഡേറ്റ് അടുത്ത മാസമാണ്. ഈ മാസം തീരാറായി. കാണുന്ന ഹൈവേ കൂടെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. 130 സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു മാക്സിമം 80-70 പോയാൽ മതി. നോക്കിയാൽ ചറവറ പോകുന്നു സ്പ്ലെൻഡർ. ഇതന്നെ നമ്മളിവിടെ ധനവാന്റെ വണ്ടിയാണ്. അതുപോലെ ബ്രെഡ് കൊണ്ടുവന്ന വണ്ടി അല്ലേ? അവിടെ ധനവാൻ, ഇവിടെ ലാസം. നമ്മുടെ നാട്ടിലെ പോലെ ഓരോ 60-70 കിലോമീറ്ററിൽ പടപടയെന്നും പറഞ്ഞാട്ടോള്. പൗലോസ് പോലീസ് നമ്മളെ പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. സ്വദേശി, വിദേശി, പരദേശി. അപ്പൊ നമ്മളെ പരദേശി ആയതുകൊണ്ട് ഉറപ്പായിട്ടും പിടിക്കും. ഞാൻ കിട്ടും പണി കിട്ടും. പരദേശിയുടെ അർത്ഥം എന്താണെന്നറിയാവോ? പുറത്തുള്ള ആളെന്നല്ലേ ഉദ്ദേശം. കിട്ടി ഇതേ നിൽക്കുന്നു. ഇവിടെ നോർമൽ അല്ലേ? നോർമൽ. എല്ലാ വണ്ടിയും പിടിക്കുന്നുണ്ട്. കൊടുത്തു. ഹലോ 1.8 യൂറോ കേട്ടോ. ചെക്കിങ് നോക്കിയേ. ഇതുണ്ടോ ഫുള്ള് പോലീസ് ചെക്കിങ് കേട്ടോ. അത് 1.something യൂറോ. താങ്ക് യു. അതായത് ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മുടെ നാട് പോലെ തന്നെ നല്ല കിട്ടിയില്ലേ ടോളുണ്ട് കേട്ടോ. ഒരു കുറവുമില്ല അല്ലടാ ലിബിയ? പിന്നെ ടോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാം അങ്ങോട്ട് മൊത്തം ടോൾ ഉണ്ടാവും. ടോൾ മൊത്തം ഉണ്ടാവും. ഗൈസ് എന്തായാലും അയ്യോ പാസ്വേഡ് വൺ മിനിറ്റ്. നമുക്ക് അങ്ങനെ ഒരു തുരങ്കം കിട്ടി കേട്ടോ. ആദ്യമായിട്ട് അങ്ങനെ ഗ്രീസി വന്നിട്ട് ഒരു ചെറിയ തുരങ്കം, വലിയ തുരങ്കമൊന്നുമല്ല, ആകെ 310 മീറ്ററേ ഉള്ളൂ. കണ്ടോ, ആകെ ഇത്രേ ഉള്ളൂ. നല്ല മഴ കേട്ടോ. ഇവിടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മഞ്ഞ് പോയല്ലോ, അടുത്ത മഴ പെയ്യും. അത് കഴിഞ്ഞിട്ട് ചൂടുകാലമായിരിക്കും. അത് കഴിഞ്ഞാണ് സീസൺ വരുന്നത്. മഴ കഴിഞ്ഞ അങ്ങോട്ട് എല്ലാം കൂടെ ഒരു ഉത്തേജനം ഉണ്ട് കേട്ടോ. അതായത് ഇതെല്ലാം കൂടെ പച്ചപ്പ് നിറഞ്ഞ് കൃഷിയൊക്കെ ആയി ഒരു യൂറോപ്പിന്റെ വേറൊരു രീതി ആ സമയത്താണ് കാണുന്നത്. അതാണ് സീസൺ എന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞല്ലേ പിന്നെ തന്നെ ഇവിടെ പച്ചപ്പായി. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അന്യായ പച്ചപ്പായിരിക്കും. ഈ പറഞ്ഞ ഇത് അത്ര കുറവൊന്നുമില്ല കേട്ടോ. യൂറോയോ കയ്യിൽ നിന്ന് പോകുന്ന യൂറോ 1.5 യൂറോ 2 യൂറോ എന്താണെങ്കിലും വരും. ഓരോ 180 രൂപ വെച്ച് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തണം. എന്റെ പൊന്നെ ഗായ്സ്, നോക്കിക്കേ കപ്പല്. ഇവനെ ഇഷ്ടം പോലെ കപ്പലുണ്ടല്ലോ. ഇഷ്ടം പോലെ കപ്പൽശാലയാണോ അത്? എനിക്ക് തോന്നുന്നു എന്തിനും കപ്പൽ എന്തിനും പണിയൊക്കെ എടുക്കുന്ന സ്ഥലമായിരിക്കും അവനെ. നമുക്ക് ടൂള് വെച്ചിട്ടോ. 1.5 ഇപ്പം പോകും കഴിഞ്ഞു. 1.5 പിന്നെ ഒരു ടാങ്ക് ഉണ്ടാവേ. ഇനി എത്ര ഉണ്ടാവും? ഇതേപോലത്തെ കുറേ ഉണ്ട്. കാണാൻ പറ്റുന്ന പോലെ ഉണ്ടാവും. നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ടേ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? ഇവിടെ എന്തോ കപ്പൽശാല തന്നെയാ അവനെ. ഇഷ്ടം പോലെ കപ്പൽ എടുക്കുന്നുണ്ട്, പണിയും എടുക്കുന്നുണ്ട്. അത് നോക്കി.
കപ്പൽത്താ കപ്പല് പണിയെടുക്കുന്ന സ്ഥലം ഇവനെ. കപ്പല് പണിയെടുക്കുന്ന സ്ഥലം. കണ്ടമാനം കപ്പലുകളും കടലാട്ടോ. കടലിനോട് ചേർന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് എത്തുമ്പോൾ നമ്മുടെ യൂറോ മൊത്തം പിടിയും. അങ്ങോട്ട് നോക്കി എന്നോ വ്യൂ ആന്ന് നോക്കിയേ. പിന്നെ വേറെ കാര്യം നോക്കിയോ, ഇവിടെ മൊത്തം സോളാർ പാടം. ഇവിടെ ഉണ്ടാക്കുന്ന മറ്റേ കറണ്ട് മൊത്തം സോളാറിൽ നിന്ന് എടുക്കുന്ന. ഓക്കെ, അങ്ങ് ദൂരത്തിലൊക്കെ കണ്ടമാനം കപ്പലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ കാണുന്ന ഇതിലാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. വീണ്ടും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഓരോ 60 അല്ലെ 70 കിലോമീറ്ററിൽ ഇതേപോലെ കണ്ടമാനം ടോളുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെ അതേ പൈസ, ഒരു വ്യത്യാസമില്ല, അതേ പൈസ തന്നെ. ഞങ്ങളെ എക്സിറ്റ് അടിക്കാൻ പോവാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. ഞങ്ങൾ അവിടെ ഒരു കടലും ഒരു കിടിലും സ്ഥലവും കണ്ടു. അവിടെ ബീച്ചുണ്ട്. അതിന് ബീച്ചിന് ഞങ്ങൾക്ക് ഒടുക്കത്തെ വിശപ്പും. അപ്പൊ എന്തെങ്കിലും കഴിക്കണം. കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒച്ച കണ്ടില്ലേ? ശക്തിയില്ല ബുദ്ധിയില്ല. ലിബിനെ, ഇവിടെ ഇറങ്ങാനും പൈസ കൊടുക്കണം കേട്ടോ, കയറാനും പൈസ കൊടുക്കണം. അപ്പൊ ഇനി ഇറങ്ങലിനും കയറലിനും എല്ലാം പൈസ കൊടുക്കണം. പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഒരു മാധുര്യമായ സൗണ്ട് ഉണ്ട്. താങ്ക് യു. ഫൈനലി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. നല്ലൊരു കിടിലൻ സ്ഥലം കണ്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ. ഇൻസൈഡ് പിന്നെ അത് ഉള്ളിലേക്ക് ഉണ്ടോ, ഒന്ന് വൈഫൈ ഓഫ് ആക്കി വെച്ചാൽ കേട്ടോ, അല്ല പൈസ പോകും. അതുകൊണ്ടാണ്. പൈസ നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഒരു കിടിലൻ സ്ഥലത്തെത്തി. അതിന് മുന്നായിട്ട് ഞങ്ങളുടെ വണ്ടി ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ നിർത്തിയിട്ട് ഇവിടെ വേറെ വണ്ടികൾ അങ്ങനെ കുറേ ക്യാമ്പർമാൻ. എവിടെ കടലുണ്ടോ, എവിടെ പാർക്കിംഗ് ഉണ്ടോ, അവിടെ ക്യാമ്പർമാൻ സൈറ്റ്. അതായത് യൂറോപ്പിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും വന്ന കിടിലൻ ക്യാമ്പേഴ്സ് അവിടെ ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. യൂറോപ്പിലുള്ളവരുടെ ഭാഗ്യവനെ ഈ 36 രാജ്യം അല്ലെ 26 രാജ്യത്തോട്ട് ഈസി ആയിട്ട് സഞ്ചരിക്കാം. അതല്ലാതെ മറ്റു രാജ്യങ്ങളിലും ഓണറില്ല. പക്ഷെ ഇത് വണ്ടി ഓടിച്ച് വരാമല്ലോ അവർക്ക്. ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പം ഇറങ്ങി ചെല്ലാൻ വേണ്ടി പോകുന്നത് ഒരു കിടിലൻ കടലിലേക്കാണ്. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അതായത് ഞങ്ങൾ റോഡിൻ്റെ മേളിൽ കൂടെ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന മല കണ്ടോ നിങ്ങൾ, ഈ കാണുന്ന മലയുടെ ഈ കാണുന്ന ഈ ഭാഗം കണ്ടോ, ഈ റോട്ടിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ നേരത്താണ് ഈ കാണുന്ന അതിമനോഹരമായ കരിനീല കളറിൽ കിടക്കുന്ന അല്ലേ ഗൈസ്, ഈ കരിനീല കളറിൽ കിടക്കുന്ന ഈ ഒരു കിടിലൻ സ്ഥലം ഞങ്ങൾ കണ്ടത്. അപ്പം ഞങ്ങൾ ഒന്നും വിചാരിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അത് തനിനീര് പോലത്തെ കടൽ കേട്ടോ ഗൈസ്. കടലിൽ അങ്ങേ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടെന്നല്ലാതെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ ആളും പേരും സംഭവമൊന്നുമില്ല. അതായത് മൊത്തത്തിലൊരു ജനസംഖ്യ കുറവുള്ളൊരു രാജ്യമാണല്ലോ. പിന്നെ സീസൺ അല്ലല്ലോ ഇവനെ. അതെ, സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങൾ വരും. ബേസിക്കലി ഇവിടെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസും പരിപാടികളും സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം കുറേ അധികം ആളുകളെ ഇത് കണ്ടോ, ഇതേപോലെ ബോട്ടിന് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു ഐലൻഡ് ഇനി അങ്ങോട്ടും ഇതേപോലെ ഇങ്ങനെ റീ പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന കിടിലൻ സ്ഥലമായിട്ട് നോക്കിയേ. ഇഷ്ടമായ പ്രോപ്പർട്ടി ഉണ്ട്. കുറേ വീടുകളും കുറേ കഫേയും കുറേ സംവിധാനങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചറപറയെന്ന് കിടക്കുന്നു. ഗൈസ്, ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഗൈസ്, ബേസിക്കലി ഞങ്ങളിപ്പം മേലിക്കൂടെ വിമാനം പോകുന്നു. ഞങ്ങളിപ്പം 2-3 പ്രശ്നത്തിലാണ്. അതായത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം. ഞങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ കൂടുതൽ ഹാജരാണ്ട് ലിവിൻ്റെ ഈ കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊരു സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പം നമ്മളിപ്പോൾ യൂറോപ്പിൽ കയറി അവിടെ വണ്ടി വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് 2 പേർക്ക് ലൈസൻസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പടപടയെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടന്നിട്ട് പോലും കിട്ടാനില്ല. അവസാനം ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് നോക്കി, വല്ല പഴമോ വടിയോ കുടയോ വല്ലതും മേടിച്ച് വലിയ സൂപ്പർ മാർക്കറ്റാണ്, വലുതാണ്. ആയിക്കോട്ടെ, തറത്താക്കാം. ഗൈസ്, സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ പല സാധനങ്ങളും കിട്ടും, പേരിന് മാത്രം. സൈഡിൽ കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. ഇതെന്നാണാവോ? പപ്സോ? ആദ്യം വെച്ച് തിരിച്ചു വന്നോ. ഇതെന്നതോ? അതാ ആട്ടെ ഇരിക്കുന്നേ. ഉള്ളിലെ സാധനത്തിന് ഒരു വികാരവും ഇല്ല. ചീസ് അല്ലേ? ഇതെന്നാടാ? നമ്മുടെ അടുത്ത് തിരിച്ചു വെച്ച സാധനം പിസ്സ. പിസ്സ അവിടെ അഴിയാണ് ബ്രെഡായ റസ്കായ റസ്ക് പോലെ ചൂടായി എങ്ങനെ അതുകൊണ്ട് പല്ലെല്ലാം കൂടെ പൊടിഞ്ഞു പോകും. ഗൈസ്, ഇവിടെ 8 മണിക്കാട്ടോ എന്ത് സൺസെറ്റ്. ഇത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പോയത്. അവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാട്ടോ. ഇവിടെ ഭക്ഷണമൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ. നമുക്ക് അറിയത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാം വാങ്ങിയത് എന്നാ സാധനമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എല്ലാത്തിൻ്റെ ഉള്ളിൽ ചീസ് ഓവർ കഴിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. ഗൈസ്, ഫൈനലി
വണ്ടി ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി. അതായത് ഇത് പാർക്കിംഗ് പ്ലേസ് ആട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ കണ്ടമാനം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം. ഈ കാണുന്ന തൊട്ട് മുമ്പിലെ ടോളിൽ ഇപ്പോൾ 2.5 യൂറോ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ യൂറോ അല്ല, എന്നാലും ഓക്കെയാണ്. നമ്മുടെ നാട്ടിൽ അതേപോലത്തെ ടോളാണ്. ടോളൊന്നും വലിയ കൂടുതലൊന്നുമില്ല. ചെവി കേൾക്കുന്നില്ല. ടോൾ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ബാത്റൂം ഉണ്ട്. യെസ് ഗൈസ്, ഇത് കണ്ടോ, നല്ല കിടിലൻ സെറ്റപ്പാണ്. ഫ്രണ്ടിലേക്ക് നോക്കാം, ഇതുകൊണ്ട് ഇഷ്ടം പോലെ. ഇത് പല രാജ്യങ്ങളുടെ വണ്ടി. ഇത് ജോർജിയൻ ട്രക്കാണ്, ഈ കിടക്കുന്ന ജോർജിയൻ ട്രക്ക്, ഇന്ത്യൻ വാന്, അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി പ്രശ്നമില്ല നിനക്ക്. ഇത് രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ട് ഞാൻ വർത്തമാനം പറയുന്നത് അതേപോലെ കേൾക്കാൻ പറ്റും. അല്ല, വേറെ നോയ്സ് കാൻസലേറ്റ് കേൾക്കുന്നില്ലേ? ഗൈസ് നോക്കൂ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇടാനും പിന്നെ ഇതേപോലെ ഇരിക്കാനും. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്ത് ഇത് കണ്ടോ, ഇവിടെയൊക്കെ വില്ലേജുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും കിട്ടുമോ? കിട്ടും. വെറുതെ അങ്ങോട്ട് ഓടിച്ചു നോക്കിയാലോ? ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ആദ്യം പറ്റാം. ഗൈസ് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നീ വണ്ടി നോക്കുമോ? ഞാനത് കാണിച്ചു കൊടുക്കാം. ഗൈസ് നോക്കി, ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ്. സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, എന്താ വൃത്തി. അതായത് ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടാക്കുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇതുണ്ട്, ഇവിടെ മുഖം കഴുകാനുള്ള സംവിധാനം. ഇവിടെ സംവിധാനം. എന്തോ വൃത്തി എന്നറിയാമോ? നോക്കിയേ, ക്ലാസ് ബാത്റൂം, ക്ലാസ്. ഇത്രയും നമ്മൾ പുറത്തു നോക്കുമ്പോൾ വിചാരിക്കും തല്ലിപ്പൊളി സാധനങ്ങളാണ്. പക്ഷേ ലിബിയുടെ കിളിവാറിയിരിക്കുക. നേരെ ഒന്ന് മൂത്രം വെച്ചിട്ടെന്നറിയാവോ? ഗൈസ്, എന്താ സെറ്റപ്പ്. ഗൈസ് ഫൈനലി വണ്ടി ഒതുക്കി. ഷൂ ഇടുന്നു. ഫോണുകൾ വേണ്ടല്ല. 2 ഓ പോയടാ, പൊട്ടിപ്പോയി. ഗ്ലാസ് പൊട്ടി. പണ്ടാരം നിന്റെ ഫോൺ അടിച്ചു. സാരമില്ല. ബാക്കിയൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാ പോ 6 അടി. ഗൈസ് അപ്പുറം ഇപ്പുറമൊക്കെ ആരൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. നാളെ നേരം വെളുത്തിട്ടുള്ള പരിപാടിയുള്ളൂ. ഇൻട്രയ്ക്ക് വിളിച്ചു, ഫസ്റ്റ് ഇയറിലിട്ടു. ഈ ഒരു ബ്ലൂ ലൈറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ കറണ്ട് സപ്ലൈ പോകുന്നുണ്ട്. അതൊന്ന് ഓഫാക്കണം. ഹീറ്ററൊന്നും വേണ്ടല്ലോ. ഹായ്, ഇതെന്നാ നീ എല്ലാം മൂടി വെച്ചോ? ഗൈസ് ഒന്ന് ഇരുന്ന് കിടന്നെങ്ങാനും എഡിറ്റ് ചെയ്യണം. ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ്. അതായത് നാളെ ഇവിടെ ഒരു സ്ഥലം കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പിന്നെ നാട്ടിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം, ലിവിയുടെ ലൈസൻസ് എടുക്കണം. ഞാൻ വീഡിയോ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് പുതുക്കണം. ഇത് മെയിൻ കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ പാസ്പോർട്ടാണ്. അത് വെച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. നമുക്കിനി US വിസ എടുക്കാണ്ട്, UK വിസ എടുക്കാണ്ട്, അയർലൻഡ് വിസ എടുക്കാണ്ട്, പിന്നെ കാനഡ എടുക്കാണ്ട്, പിന്നെ ബാക്കി ലാറ്റിൻ അമേരിക്ക യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓണറബിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതായത് അമേരിക്കൻ വിസ എടുക്കണം. ഇനി പോയിട്ട് വന്നു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് യൂറോപ്പ് അടിച്ചു തീർക്കും. മൊത്തം തീർത്തിട്ട് നേരെ UK പോകും, അയർലൻഡിന് പോകും. അവിടെ നേരെ എന്നാൽ ജർമ്മനി കൊണ്ടുകൊണ്ട് അമേരിക്ക ഷിപ്പ് ചെയ്യും. അപ്പോൾ അമേരിക്കൻ വിസ എടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കണം. ഇല്ലടാ, ആദ്യം പാസ്പോർട്ട്. ഹൈക്കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ, അപ്പോൾ ആ കേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുതിയ പാസ്പോർട്ട് കിട്ടുക. എത്ര കൊല്ലത്തെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, എന്നാലേ കാര്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ സംഭവം വെച്ചേ പിന്നെ ഒരു രീതിയിലും ചൂടുണ്ടായിട്ടില്ല. നല്ല തണുപ്പ്. ഇവനെ എപ്പോഴും പോയി ഓഫ് ആക്കൂട്ടോ. ഇത് കിടക്കാൻ പറ്റൂല. പുറത്ത് മൈനസിലും കൂടുതൽ തണുപ്പ്. കറക്റ്റ് ഉച്ചയിലല്ലേ ഈ സാധനം ഇരിക്കുന്നത്. ഗൈസ്, ഇനിയിപ്പോൾ ഈ കർട്ടൻ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പ്രൈവസി ആയി. ഇവിടെയൊക്കെ ഞങ്ങളുടെ തുണികളും സാധനങ്ങളൊക്കെ എടുത്തില്ല. ആ പലക അടിച്ചു വെച്ചാൽ എന്തായാലും നന്നായി. പിന്നെ അതേപോലെ എൻ്റെ ഈ ഒരു സ്പീക്കർ അടിച്ചു പോയി ഗൈസ്. ഇത് കേട്ടോ, ഇത് നല്ല സ്പീക്കറായിരുന്നു. ഇതും നല്ലതായിരുന്നു. ഇത് ഞാൻ റിപ്പയർ ചെയ്താണ്. സാധനം അടിച്ചു പോയി. അതൊക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളും സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട, അതൊക്കെ ചെയ്യണം. അപ്പം നാളെയാണ് നമ്മൾ ലാസ്റ്റ് ലൊക്കേഷൻ കാണുന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് പോകുന്നതായിരിക്കും. അല്ലേ ലിബിയെ? അതെ, ഇവിടുന്ന് ടിക്കറ്റ് ഭയങ്കര ചീപ്പാണ്. നമ്മൾ ഡൽഹി പോകുന്ന പൈസ വരുന്നുള്ളൂ. ഇവിടെ സത്യം പറഞ്ഞ ടിക്കറ്റ് നാട്ടിലോട്ടല്ലേ. അതെ ഗൈസ്, അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാം. ഗുഡ് ബൈ. അതാണ്.